ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ രാമകഥാ രസവാഹിനി അധ്യായം 10. 2 വരങ്ങൾ. വൈദിക മന്ത്രങ്ങൾ എങ്ങും പ്രതിധ്വനിച്ചു. രാമൻ്റെയും സീതയുടെയും ചടങ്ങുകൾ പ്രകാരമുള്ള സ്നാനത്തിനായി പരിചാരകന്മാർ സരയൂ നദിയിലെ പവിത്രജലം കനക കലശങ്ങളിൽ കൊണ്ടുവന്നു. അവരിൽ അനുഗ്രഹം ചൊരിയുന്നതിനായി പണ്ഡിതന്മാർ വേദമന്ത്രങ്ങൾ ചൊല്ലി. ഈ വേദോച്ചാരണം ആഹ്ലാദകരവും കാതുകൾക്ക് ഇമ്പവുമായിരുന്നു. കൈകേയിയുടെ ദാസി മന്ദര തലേന്ന് രാത്രി മടങ്ങുമ്പോൾ ജനങ്ങളുടെ ആവേശം കണ്ട് കാരണം തിരക്കി. ആനന്ദത്തിൻ്റെയും ഉത്സാഹത്തള്ളലിൻ്റെയും എല്ലാം കാരണം ശ്രീരാമചന്ദ്രൻ്റെ ആസന്നമായ അഭിഷേകോത്സവമാണെന്നറിഞ്ഞു. കൗസല്യയുടെയും സുമിത്രയുടെയും കൊട്ടാരങ്ങളിലെ പരിചാരകന്മാർ മുല്ലയ്ക്ക് തുല്യമായ വെണ്മയുള്ള വസ്ത്രങ്ങളും വിലപ്പെട്ട ആഭരണങ്ങളും അണിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായി പോകുന്നതും അവൾ കണ്ടു. ഈ കാഴ്ച അവൾക്ക് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ശരീരം മുഴുവനും തേൾ കുത്തിയതുപോലെ എന്തോ ഇഴയുന്നതായി തോന്നി. അവൾ കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. അമ്മേ, അമ്മേ, വാതിൽ തുറക്കൂ, അടിയന്തര സംഗതിയുണ്ട്. ഇപ്പോൾ ദേവിയുടെ ജീവിതം തന്നെ ധാർമ്മികമായ ആപത്തിലാണ്. ഒരു ഭൂകമ്പം ആരംഭിച്ചിരിക്കുന്നു. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഉരുണ്ടുരുണ്ടു പോകുന്ന വാക്കുകളിലുള്ള അവളുടെ വികാരോജ്വലമായ അറിയിപ്പ് കേട്ട് രാജ്ഞി പെട്ടെന്ന് വാതിൽ തുറന്നു. പരിഭ്രമത്തോടെ അന്വേഷിച്ചു. എന്ത് സംഭവിച്ചു? എന്താണ് ആപത്ത്? പെട്ടെന്ന് വല്ല നാശവും ഉണ്ടായോ? ഈ പരിഭ്രമവും വേദനയുമെല്ലാം എന്തിന്? മന്ദര പറഞ്ഞു. ഇല്ല, ആ വകയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദേവിയുടെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു, അത്ര തന്നെ. അങ്ങേക്ക് ഇനി അങ്ങോട്ട് ബുദ്ധിവൈകല്യവും മനോവ്യതിയും കൊണ്ട് അതിശക്തമായി അശക്തയായി ജീവിക്കേണ്ടി വരും. വരാനിരിക്കുന്ന ദയനീയ അവസ്ഥ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അവൾ രാജ്ഞിക്ക് വിശദീകരിച്ചു. ആംഗ്യങ്ങളോടും ഞരക്കങ്ങളോടും കൂടി അവൾ ഉച്ചത്തിൽ നീട്ടിക്കരഞ്ഞു. കൈകേയിക്ക് ഒന്നും മനസ്സിലായില്ല. മഹാരാജാവിന് സുഖമാണല്ലേ? രാമനും കൗസല്യയ്ക്കും സുമിത്രയ്ക്കും അവർക്കൊന്നും പറ്റിയില്ലല്ലോ. ശരി, ഇവർക്കെല്ലാം സുഖമാണെങ്കിൽ, അവരെ യാതൊരാപത്തും ഭീഷണിപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കുറവുമില്ല. എനിക്കെന്ത് സംഭവിക്കാനാണ്? അവർക്ക് ആപത്തു പറ്റിയോ? മന്ദരെ, വേഗം പറയൂ, രാജ്ഞി നിർബന്ധിച്ചു. ദാസിയുടെ തലപിടിച്ച് തൻ്റെ നേരെ തിരിച്ചു. സ്നേഹോദ്യോതകമായ അഭ്യർത്ഥനയുടെ രൂപത്തിൽ അവളുടെ താടി പിടിച്ചു. ഒരു മറുപടിക്ക് അപേക്ഷിച്ചു. മന്ദര വേവലാതിയോടെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞവർക്കൊന്നും യാതൊരാപത്തും വന്നിട്ടില്ല. പക്ഷേ അങ്ങയുടെ പുത്രൻ്റെ കഴുത്ത് ഞെരിക്കാൻ അവർ നിശ്ചയിച്ചു. ഇതും പറഞ്ഞ് അവൾ ദയനീയമായി വിലപിച്ചു. കൈകേയി നീരസത്തോട് പറഞ്ഞു. മന്ദരെ, നീ തെറ്റ് ചെയ്യുകയാണ്. മഹാരാജാവ് അത്തരക്കാരനല്ല. അതുപോലെ തന്നെയാണ് രാമനും ലക്ഷ്മണനും, എൻ്റെ സഹോദരിമാരായ കൗസല്യയും സുമിത്രയും. എൻ്റെ സഹോദരിമാർ സ്വന്തം കുട്ടികളെക്കാൾ എൻ്റെ മകനെ സ്നേഹിക്കുന്നു. നിന്റെ പ്രസ്താവന നിന്റെ അസ്വാഭാവികമായ ബുദ്ധിയെ വെളിപ്പെടുത്തുന്നു. അത് സാധ്യമല്ല. ശരി, നീ ഇതുവരെ എന്നോട് സൂക്ഷ്മമായ സംഗതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. വരൂ, വിശദ വിവരങ്ങൾ പറയൂ. മന്ദര പറഞ്ഞു. സംഗതി, നാളെ പുലർച്ചെ രാമചന്ദ്രനെ യുവരാജാവായി കിരീടധാരണം ചെയ്യിക്കും. പ്രഥമ രാജ്ഞി നിയന്ത്രണമില്ലാതെ ആനന്ദം നിറഞ്ഞ മനസ്സുമായി തൻ്റെ പരിചാരികമാർക്ക് വിലപ്പെട്ട പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ദാനം ചെയ്യുന്നു. അവർ രാമനോട് ധാരാളം പശുക്കളും സ്വർണവും കണക്കറ്റ് ദാനം ചെയ്യാൻ പറയുകയാണ്. അഭിഷേകത്തിൻ്റെ ആഘോഷം സംബന്ധിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അങ്ങയെ ഗൗനിക്കാതിരിക്കുകയാണ്. എനിക്ക് ഇത് നിശബ്ദമായി സമ്മതിച്ചുകൂടാ. ഇതിൻ്റെ സൂചനകൾ മനസ്സിലാക്കാൻ അങ്ങേക്കിനിയും കഴിഞ്ഞിട്ടില്ലേ? തന്നെപ്പോലെ ഭാഗ്യമുള്ളവർ ആരുമില്ലെന്നുള്ള പൊള്ളയായ പൊങ്ങച്ചത്തിൽ അങ്ങ് ആഹ്ലാദിച്ച് വിഹരിക്കുന്നു. അങ്ങയുടെ ഭാഗ്യം ക്ഷണം തോറും ചുരുങ്ങി വരികയാണ്. അങ്ങയുടെ ഭർത്താവിനും സ്വപത്നിമാർക്കും ദേവി അവഗണിക്കാവുന്ന ആളായിരിക്കുന്നു. വളരെ താമസിയാതെ ദേവി ഒരു ദാസിയെപ്പോലെ വിലക്കപ്പെട്ട പദവിയിലേക്ക് തരം താഴ്ത്തപ്പെടും. ഈ അപമാനം അങ്ങയെ പിടികൂടുന്നതിന് മുമ്പ് ജാഗ്രതയായിരിക്കൂ. ഉറക്കത്തിൽ നിന്നും ഉണരൂ. പ്രത്യാഘാതങ്ങളുടെ പൂർണ്ണമായ ബോധത്തോടുകൂടി പ്രവർത്തനഗതി ആസൂത്രണം ചെയ്യൂ. അങ്ങയുടെ മുന്നിൽ വാ പൊളിച്ചു നിൽക്കുന്ന ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തെപ്പറ്റി തീരുമാനമെടുക്കൂ. ആ ആപത്ത് ദേവിയെ അതിവേഗം സമീപിക്കുകയാണ്. രാമൻ യുവരാജാവാകുമ്പോൾ മുഴുവൻ സാമ്രാജ്യവും കൗസല്യയുടെ പിടിയിലമരും. ഓർമ്മിച്ചുകൊള്ളൂ, ബാക്കിയുള്ളവരെ പോലെ ദേവിക്കും അവരുടെ താളത്തിനനുസരിച്ച് തുള്ളേണ്ടി വരും. മന്ദര അവളുടെ കുടിലതന്ത്രം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി തൻ്റെ ഭാഗം ഭംഗിയായി അഭിനയിക്കുകയും ഒരു കള്ളക്കണ്ണീർ വീഴ്ത്തുകയും ചെയ്യുകയായിരുന്നു. അവളുടെ ഭക്തി
കൈകേയിയുടെ മനസ്സിൽ ദൃഢമായി പതിഞ്ഞു. പക്ഷേ അവളുടെ വാദത്തിൻ്റെ സത്യാവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടില്ല. അവൾ പറഞ്ഞു, മന്ദരെ, നിനക്കെന്താണ് പറ്റിയത്? ചിത്തഭ്രമമുണ്ടോ? നീ എന്താണ് ഭ്രാന്ത് പിടിച്ചതുപോലെ സംസാരിക്കുന്നത്? രാമൻ യുവരാജാവാകുന്നത് സാമ്രാജ്യത്തിന് തന്നെ നല്ല ശകുനമാണ്. ഇതാ, ഈ നല്ല വാർത്ത ആദ്യം കൊണ്ടുവന്നതിന് സമ്മാനം. പ്രതിഫലമായി എൻ്റെ ഈ കണ്ഠാഭരണം നീ സ്വീകരിക്കൂ, സന്തോഷിക്കൂ, ആനന്ദപൂർണ്ണയാവൂ. രാമന് യുവരാജാവായി അഭിഷേകം ചെയ്യുന്നത് ഒരുപക്ഷെ കൗസല്യേക്കാൾ കൂടുതൽ ആനന്ദം എനിക്ക് പ്രദാനം ചെയ്യും. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്കുള്ള ആനന്ദം സീമയേറ്റതാണ്. രാമചന്ദ്രനും എന്നെ അവൻ്റെ അമ്മയെക്കാളേറെ സ്നേഹിക്കുന്നു. അവൻ എന്നെ കൂടുതൽ ആദരിക്കുന്നു. ഇത്രയും പരിശുദ്ധവും സ്നേഹസമ്പന്നനുമായ ഒരാളുടെ പേരിലുള്ള ആരോപണം ഞാൻ ശ്രദ്ധിക്കുകയില്ല. നിന്റെ ബുദ്ധിക്ക് എന്താ വൈകല്യം നേരിട്ടിരിക്കുന്നു? അത് അത്ര വഷളായിരിക്കുന്നു. കൈകേയി മന്ദരയെ കർക്കശമായി ശാസിച്ചു. മന്ദര തൻ്റെ തന്ത്രം ഫലിക്കാതെ പോകുമോ എന്ന് ഭയപ്പെട്ടു. അവൾ കൂടുതൽ വാശിയിലും ശബ്ദത്തിലും സംസാരിച്ചു. എൻ്റെ കാരണബുദ്ധി നൂതനവും വ്യക്തവുമാണ്. തിരിച്ചടി സംഭവിച്ചത് അങ്ങയുടെ കാരണബുദ്ധിക്കാണ്. അവൾ തുടർന്നു, ദേവിയെ കാത്തിരിക്കുന്ന ദുർവിധിയെപ്പറ്റി ദേവിക്ക് ഒരു ഉത്കണ്ഠയുമില്ല. പഴയ ബന്ധത്തെയും സ്നേഹപൂർവ്വമുള്ള അടുപ്പത്തെയും അന്ധമായി വിശ്വസിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ദേവി. മറ്റുള്ളവരെല്ലാം ദേവിയെ വഞ്ചിക്കാൻ അഭിനയിക്കുന്നു. അവർക്ക് ഉള്ളിൽ ദേവിയെപ്പറ്റി യാതൊരു ബഹുമാനവുമില്ല. മഹാരാജാവിന് മറ്റു രാജ്ഞിമാരോട് യാതൊരു പ്രേമവുമില്ല. പ്രഥമ പത്നിയായ കൗസല്യയുടെ നേരെ മാത്രമേ അദ്ദേഹം അനുരാഗവിവശനായിരിക്കുള്ളൂ. ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പ്രിയങ്കരമായ വാക്കുകൾ ഉപയോഗിച്ചെന്ന് വരും. അത്രമാത്രം. ഹൃദയത്തിൽ അദ്ദേഹത്തിന് ദേവിയോട് യാതൊരു പ്രേമവുമില്ല. ഇത് ചിന്തിക്കൂ. രാമൻ്റെ അഭിഷേകകാര്യം ഇവരാരും ദേവിയെ അറിയിച്ചിട്ടില്ല. ഈ നിർദ്ദേശത്തെപ്പറ്റി അവർ ദേവിയോട് ആലോചിച്ചില്ല. കാരണം അവർക്ക് ദേവിയെപ്പറ്റി തെല്ലുപോലും മതിപ്പോ ബഹുമാനമോ ഇല്ല. ഒരിക്കലോ ഒരു ദിവസമെങ്കിലുമോ അവർ ദേവിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ? ഇത്തരം ഒരു തീരുമാനത്തിലെത്താൻ സാധാരണയായവർ എത്രമാത്രം സമയം ആലോചനയ്ക്കും ആസൂത്രണത്തിനും എടുക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കിരീടധാരണ കാര്യം ഇത്ര പെട്ടെന്നൊന്നും തീരുമാനമാക്കുകയില്ല. മനോഹരമായ ഒരു ദിവസം അത് ആകാശത്തിൽ നിന്നും സ്വയം വീഴുന്നതൊന്നല്ല, ആണോ? അവർ നിശബ്ദമായും രഹസ്യമായും അത് നേരത്തെ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മുഴുവനും കൗസല്യയുടെ ഉപചാപമാണ്, മന്ദര പറഞ്ഞു. കൈകേയിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ മന്ദരയെ തടഞ്ഞു. നിർത്തൂ ആ കാര്യം മന്ദരെ. എൻ്റെ സഹോദരി ഉപജാപത്തിന് പ്രാപ്തയല്ല. അവർ അത്രയും അധപ്പതിക്കുകയുമില്ല. അതൊരിക്കലും സംഭവിക്കുകയില്ല. മഹാരാജാവോ, അദ്ദേഹം എൻ്റെ സഹോദരിമാരെക്കാളും വളരെ കുലീനതയും ധർമ്മിഷ്ഠനും ഉള്ള ആളാണ്. നീചത്വത്തിൻ്റെ ഒരടയാളം പോലും അദ്ദേഹത്തിന് കാണുകയില്ല. ശരിയായ കാരണം ഉണ്ടായതുകൊണ്ട് അഭിഷേകം പെട്ടെന്ന് തീരുമാനിച്ചതായിരിക്കും. രാമൻ്റെ വിവാഹാഘോഷങ്ങൾ, അതിൻ്റെ ഒരുക്കങ്ങൾക്ക് എത്ര മാസം വേണ്ടിവരുമായിരുന്നു. പക്ഷേ അത് വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ? അതുപോലെ തന്നെ രാമൻ്റെ പട്ടാഭിഷേകവും ചുരുങ്ങിയ സമയം കൊണ്ട് തീർച്ചപ്പെടുത്തിയതായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? അതെങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം മഹാരാജാവ് തന്നെ എന്നോട് വെളിപ്പെടുത്തിയതാണ്. നീ സത്യാവസ്ഥ അറിയാൻ ശ്രമിച്ചില്ല. നീ എല്ലാത്തിലുമുള്ള അസംബന്ധങ്ങളായ കാരണങ്ങളും അടിസ്ഥാനരഹിതമായ ഭയാശങ്കകളും സങ്കല്പിച്ച് നിരപരാധികളായ ആളുകളുടെ മേൽ സംശയങ്ങൾ ആരോപിക്കുന്നു. അല്പനിമിഷങ്ങൾക്കിടയിൽ കാര്യങ്ങൾ സ്പഷ്ടമാകും. ക്ഷമയോടിരിക്കൂ. കൈകേയി ദാസിയെ കഠിനമായി ശാസിച്ചു. തൻ്റെ കുതന്ത്രം ദയനീയമായി പരാജയപ്പെടുമെന്ന് മന്ദര ഭയന്നു. അത് പൂർണ്ണമായ തോൽവിയിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് അവൾ അനുനയത്തിൽ കൂടുതൽ വഷളങ്ങളായ നയതന്ത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. പ്രിയപ്പെട്ട അമ്മേ, ഈ കാര്യത്തെപ്പറ്റി കുറെ കൂടി അഗാധമായി ചിന്തിക്കൂ. രാജധാനിയുടെ പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല സംഗതികളും കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ അഭിഷേക കാര്യം മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടതാണ്. അത് കാരണമാണ് ഭരതനെയും ശത്രുഘ്നെയും തലസ്ഥാന നഗരിയിൽ നിന്നും പറഞ്ഞയച്ചത്. രാജധാനിയിൽ അവരുടെ സാന്നിധ്യം കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നവർ ഭയപ്പെട്ടിരുന്നു. അത്തരം ഭയത്തിന് ശരിയായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർ ഇവിടെ ഇല്ലാത്ത ഘട്ടത്തിൽ ആര് അഭിഷേകത്തിന് ഒരുക്കം കൂട്ടും? ഈ ചോദ്യം തന്നോട് തന്നെ ചോദിക്കുന്നതിന് ദേവിക്ക് ഇപ്പോൾ പ്രാപ്തിയുണ്ടോ?
മുമ്പ് ദേവി വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ദേവിയുടെ പിതാവ് ഒരു ഉപാധി വയ്ക്കുകയുണ്ടായി. ദേവിയിലുണ്ടാകുന്ന പുത്രനെ രാജാവായി വാഴിക്കണം എന്നുള്ളതായിരുന്നു അത്. മഹാരാജാവ് അക്കാര്യം സമ്മതിച്ച് പ്രതിജ്ഞ ചെയ്യുകയും വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. ദേവി അത് മറന്നിരിക്കാം, പക്ഷേ ഞാൻ മറന്നിട്ടില്ല. ഭരതൻ്റെ സാന്നിധ്യം ഈ ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായാൽ പ്രതിജ്ഞയെപ്പറ്റി ഓർമ്മിച്ചേക്കുമെന്നും അത് അവരുടെ ആസൂത്രിത പദ്ധതിക്ക് തടസ്സമായി തീർന്നേക്കും എന്നുമുള്ള ഭയം കാരണം ആണ് അവർ ഭരതനെ പിതാമഹൻ്റെ രാജധാനിയിലേക്ക് അയച്ച് ഇവിടെ നിന്നും അകറ്റിയത്. അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും ചെയ്യാനാവുകയില്ലല്ലോ. ഈ നീചമായ കൗശലം നടപ്പിൽ വരുത്തിയതിനാണ് അവർ ഈ കാര്യം ഇത്രയും രഹസ്യമായി വെച്ചതും ദേവിയെ അറിയിക്കാതിരുന്നതും. ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ സംഗതികളെ സംബന്ധിച്ചൊന്നും ദേവി ചിന്തിക്കുകയില്ല. വെളുത്തതെല്ലാം പാലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ദേവിയുടെ വിഡിത്തത്തിൽ നിന്നും നിഷ്കളങ്കതയിൽ നിന്നും അവർ മുതലെടുക്കുകയാണ്. ദേവി രാമൻ്റെ സ്നേഹത്തിൽ മതിമറന്നാഹ്ലാദിക്കുന്നു. ദേവിയുടെ അതിമോഹത്താൽ രാമ രാമ എന്ന് മന്ത്രിക്കുകയും ചെയ്യുന്നു. ശരി, അവയെല്ലാം വിട്ടുകളയൂ. ദേവി ഇത്രയേറെ സ്നേഹിക്കുന്ന രാമൻ തനിക്ക് വന്നു ചേരുന്ന മഹത്തായ ഭാഗ്യത്തെപ്പറ്റി ദേവിയെ അറിയിക്കുകയെങ്കിലും ചെയ്തുവോ? കുടിലബുദ്ധിയായ മന്ദര കൈകേയിയുടെ നിഷ്കളങ്കവും നിസ്വാർത്ഥവുമായ മനസ്സിനെ മ്ലാനമാക്കുന്നതിനും കളങ്കപ്പെടുത്തുന്നതിനും വളരെ വക്രമായ വാദഗതികൾ ഉപയോഗിച്ച് തൻ്റെ കൗശലങ്ങൾ അതിസമർത്ഥമായി കൈകാര്യം ചെയ്തു. ഇതിൻ്റെ ഫലമായി രാജ്ഞി തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ചക്രവർത്തിയെ നിർബന്ധിക്കുവാനും തൻ്റെ മകനു വേണ്ടി അവ നേടിയെടുക്കുവാനും നിശ്ചയിച്ചു. കൈകേയിയുടെ പവിത്രമായ ഉദ്ദേശ്യങ്ങൾ അവർ തീരെ ഉപേക്ഷിച്ചില്ലെങ്കിലോ എന്ന് ഭയന്ന് മന്ദര അവളുടെ പരമദുഷ്ടമായ തന്ത്രങ്ങൾ പിന്നെയും തുടർന്നു. അവളുടെ അടിമ മനസ്ഥിതിയും ഉത്കണ്ഠയും കൂടുതൽ ശക്തമായി പ്രകടിപ്പിച്ചു. തൻ്റെ സ്വാമിനിയുടെ കാൽക്കൽ ധാരാളം കണ്ണുനീർ പൊഴിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, അമ്മേ, നമ്മോട് തെല്ലെങ്കിലും പരിഗണനയുള്ളവരായി ആരുണ്ട്? ഈ അയോധ്യ നഗരിയിൽ എണ്ണപ്പെട്ട നിലയിൽ ആരുണ്ട് ഇവിടെ ദേവിയോട് പെരുമാറാൻ? അവരെല്ലാം ദേവിക്കെതിരെ ഒറ്റക്കെട്ടായിരിക്കുകയാണ്. ദേവി ഇവിടെ അപരിചിതയാണ്. അധികം കഴിയുന്നതിന് മുമ്പ് അവർ ദേവിയെ അയോധ്യയിൽ നിന്നും പുറത്തേക്ക് എടുത്തെറിഞ്ഞു എന്ന് വരാം. അതിനും അവർ മടിക്കില്ല. ചക്രവർത്തി കുടിലനായ സൂത്രശാലിയാണ്, സമർത്ഥയായ ജാലവിദ്യക്കാരൻ. അദ്ദേഹം ദേവിയെ സമീപിക്കുമ്പോൾ തൻ്റെ മനോരഥങ്ങളെ സംതൃപ്തമാക്കുന്നതിന് മൃദുവായും പ്രിയങ്കരമായും സംസാരിക്കുന്നു. അനന്തരം വിജയശ്രീലാളിതനായി സ്ഥലം വിടുന്നു. ദേവി അർഹിക്കുന്ന ഉന്നതമായ പദവി ഇല്ലാതാക്കുന്നത് ദേവി തന്നെയാണ്. ഇത് മനസ്സിലാക്കൂ. അമ്മയെ ഓർമ്മിക്കൂ. രാജാക്കന്മാർ കാമത്താൽ ഭരിക്കപ്പെടുന്നു, പ്രേമത്താലല്ല. ദേവിയുടെ പിതാവ് ഈ വസ്തുത അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ദേവിയെ ഈ വൃദ്ധനായ വിവാഹാർത്ഥിക്ക് നൽകുന്നതിന് സമ്മതിച്ചില്ല. തുറന്നുണ്ടായ കൂടിയാലോചനകളുടെയും വൃഥാഭാഷണങ്ങളുടെയും ശേഷം ഗർഗ മഹർഷിയുടെ മധ്യസ്ഥം വഴി ദേവിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിക്കപ്പെട്ടു. വിവാഹാർത്ഥി പല ഉപാധികൾക്കും വഴങ്ങാൻ നിർബന്ധിതനാവുകയും ചെയ്തു. ഇന്ന് ആ സമ്മതികളുടെയും ഉപാധികളുടെയും അഗ്നിയിൽ വലിച്ചെറിയപ്പെടുകയാണ്. ദേവിയുടെ പുത്രൻ വഞ്ചിതനായി. ഈ സമയമെല്ലാം അവർ തങ്ങളുടെ വിനോദ നാടകം ശാന്തമായി അഭിനയിക്കുകയായിരുന്നു. അല്ലെങ്കിൽ ദേവിയുടെ പുത്രൻ ഇവിടെ ഇല്ലാത്ത ഈ തഞ്ചം എന്തിനവർ പ്രയോജനപ്പെടുത്തണം? ഈ സാമ്രാജ്യത്തിനു അപ്പുറത്തുള്ള രാജ്യങ്ങളെ ഒരു ഭരണാധികാരികൾക്കും പങ്കെടുക്കാൻ സാധിക്കാത്ത നിലയിൽ അവരെന്തിന് അഭിഷേകത്തിന് ഇങ്ങനെ തിരക്ക് കൂട്ടുന്നു? ആലോചിക്കൂ. അവരുടെ നീച മനസ്ഥിതി നോക്കൂ. അവർ എത്രമാത്രം കാപഠ്യവും ദ്രോഹവും നിറഞ്ഞവരാണ്. അയൽ രാജ്യാക്കന്മാർ ക്ഷണിക്കപ്പെടുമ്പോൾ ദേവിയുടെ പിതാവ് തീർച്ചയായും അതിൽ സംബന്ധിക്കും. പ്രകൃത്യ അദ്ദേഹം അപ്പോൾ തന്നോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തും. അതുകൊണ്ട് ആരെയും അറിയിക്കാതെ അഭിഷേകം നടത്താനാണ് പദ്ധതി. ഒരിക്കൽ അഭിഷേകം നടത്തപ്പെട്ടാൽ പിന്നീട് അത് റദ്ദ് ചെയ്യാനാവുകയില്ല. അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആ ശൃഗാലന്മാർ ഈ ഗൂഢാലോചന ആസൂത്രണം ചെയ്തത്. അതുകൊണ്ട് കൃത്യസമയത്ത് മുന്നറിയിപ്പ് സ്വീകരിക്കൂ. ഒരിക്കൽ ഈ അവസരം നഷ്ടപ്പെട്ടാൽ ദേവിയുടെ വിധി ശുനകൻ്റെ പോലെ നിന്ദ്യമായിരിക്കും. അതുകൊണ്ട് താമസിക്കരുതേ, നല്ലതുപോലെ ചിന്തിക്കുക. അഭിഷേകം മുടക്കാനായി ഏതെങ്കിലും ഒരു മാർഗത്തെപ്പറ്റി ആലോചിക്കൂ. മന്ദര ക്രോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ജ്വാലകൾ വീശി ഉജ്ജ്വലിപ്പിച്ചു. കൈകേയി മന്ദരയുടെ ഗൂഢാലോചനയ്ക്ക് കീഴടങ്ങി. ഒടുവിൽ അവർ പറഞ്ഞു, നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ് നിന്റെ ഓരോരോ പ്രസ്താവനയും കൂടുതൽ കൂടുതൽ സത്യമാണെന്ന്. അതെ, തീർച്ചയായും
കാത്തിരിക്കാൻ കാലമില്ല. എന്താണ് ഇനി ചെയ്യേണ്ടത്? ഞാൻ എടുക്കേണ്ട നടപടികൾ നിനക്ക് സൂചിപ്പിക്കാമെങ്കിൽ ഞാനത് ചെയ്യാം. നിന്റെ ദുരാരോപണങ്ങൾക്ക് വശംവദയായിരിക്കുന്നു കൈകേയി എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ കിട്ടിയപ്പോൾ മന്ദര അഹങ്കാരത്തിൻ്റെയും ആനന്ദത്തിനും അധീനയായി. അവൾ വളരെ ഉറപ്പോടുകൂടി സംസാരിച്ചു. അമ്മേ, കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദേവിയുടെ അവകാശം നേടിയെടുക്കാനുള്ള വാദങ്ങൾ നിപുണവും ശക്തവുമാണ്. പണ്ടൊരിക്കൽ ചക്രവർത്തിക്ക് ദേവി തക്ക സമയത്ത് ചെയ്ത സഹായം നന്ദിപൂർവ്വം സ്വീകരിക്കുമ്പോൾ ദേവിക്ക് 2 വരങ്ങൾ തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അപ്പോൾ തനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും പിന്നീട് ആവശ്യം വന്നാൽ ചോദിച്ചു കൊള്ളാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞിരുന്നില്ലേ? ഇന്ന് ആ 2 വരങ്ങളും 1000 ആവശ്യങ്ങൾക്ക് മതിയാവും. ദേവിക്ക് ആ 2 വരങ്ങൾ തരാനായി ഇപ്പോൾ അവകാശപ്പെട്ടുകൂടെ? മന്ദര ഇപ്രകാരം വ്യക്തമായും ശക്തമായും പറഞ്ഞപ്പോൾ കൈകേയി സംഭ്രമിച്ച് തലയുയർത്തി പറഞ്ഞു, അല്ലയോ മന്ദരെ, നീ എത്ര സമർത്ഥയാണ്! കാഴ്ചയിൽ നീ വിരൂപിയായ കൂനിയാണെങ്കിലും ഉപായ സമൃദ്ധിയിലും ബുദ്ധിയിലും നീ ഏറ്റവും ആകർഷത്വമുള്ളവളാണ്. ശരീര സൗന്ദര്യം കഷ്ടിയാണെങ്കിലും ബുദ്ധിപരമായ നേട്ടങ്ങളിൽ വിദഗ്ധ എന്ന നിലയ്ക്ക് നീ ആ കുറവ് നികത്തുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് ആ 2 വരങ്ങൾ നേടേണ്ടതെന്ന്, ആ വരങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നും പറയൂ. മന്ദര മറുപടി പറഞ്ഞു, അമ്മേ, 1 വരം ദേവിയുടെ മകനെ യുവരാജാവായി വാഴിക്കണം. 2-ാമത്തേത് രാമൻ സാമ്രാജ്യം എവിടെയും താമസിക്കരുത്. 1 നിമിഷത്തെ ആലോചന പോലും കൂടാതെ മന്ദര പറഞ്ഞ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ കൈകേയി ചിന്താഗ്രസ്തയായി. അവൾ അതിൽ നിന്നും മുക്തയായി പറഞ്ഞു, മന്ദരെ, എൻ്റെ മകനെ രാജാവാക്കണം എന്നുള്ളത് ന്യായമായ ആവശ്യമാകാം. പക്ഷേ രാമനെ രാജ്യത്തിൽ നിന്നും അകറ്റുക എന്നത് മനസ്സ് സമ്മതിക്കുകയില്ല. ആ ചിന്ത തന്നെ എന്നെ വേദനിപ്പിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവൾ ഒരു പീഠത്തിൽ പെട്ടെന്നിരുന്നു. ക്ഷണത്തിൽ താൻ പ്രവർത്തിക്കണമെന്ന് മന്ദര കണ്ടു. അമ്മേ, ഇത് വീരത്വത്തിനുള്ള അവസരമല്ല. വിളംബം അമൃതത്തിനെ പോലും വിഷമാക്കി മാറ്റും. അതുപോലെ ഇതിലൊരു തെറ്റുമില്ല. ദേവി അല്പം കഠിനയാവണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി വിജയിക്കുകയില്ല. അവർ ചെയ്ത തെറ്റിന് മകൻ രാജ്യഭരണം നടത്തണമെന്ന് ദേവി ആഗ്രഹിക്കുന്നുവെങ്കിലും ഇത് മതിയായ പരിഹാരമാകുന്നില്ല. ദേവിക്ക് രാജമാത എന്ന പദവി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ഞാൻ വിഷം കഴിച്ചു മരിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ദേവി കഷ്ടപ്പെടുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുകയില്ല. കൈകേയിയുടെ അതിശക്തമായ സ്നേഹവും ബന്ധവും കൊണ്ട് ആത്മനിയന്ത്രണം നശിച്ചവളെ പോലെ മന്ദര അത്യുച്ചത്തിൽ വിലപിച്ചു. ശൈശവം മുതൽ കൈകേയിയെ വളർത്തിക്കൊണ്ടുവന്ന ആയിരുന്നു മന്ദര. അവൾ കൈകേയിയെ സശ്രദ്ധം പാലിച്ചു, അവളുമായി കളിച്ചു, അവളെ ഓമനിച്ചു. ഈ കാലം അത്രയും മന്ദരയുടെ നേരെ കൈകേയിക്ക് വലിയ പ്രതിപത്തിയും പരിഗണനയും ഉണ്ടായിരുന്നു. അവൾ കൂടുതൽ എതിർപ്പുകളൊന്നും ഉന്നയിച്ചില്ല. അവൾ മന്ദരയുടെ ദുഃഖം ശമിപ്പിക്കാൻ ശ്രമിച്ചു. മന്ദരെ, നിനക്ക് ഉറച്ചു വിശ്വസിക്കാം. നീ സന്തുഷ്ടയാകുന്ന രീതിയിൽ തന്നെ വീഴ്ച വരുത്താതെ ഞാൻ പ്രവർത്തിക്കുന്നതാണ്. പറയൂ, ഞാനിപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അവർ ചോദിച്ചു. മന്ദര മറുപടി കൊടുത്തു. രാമനെ രാജ്യത്തു നിന്നും പുറത്ത് വനത്തിലേക്ക് നാട് കടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്തില്ല എന്ന് ധരിക്കരുത്. വളരെ ചിന്തിച്ചിട്ടേ ഞാനത് ചെയ്തിട്ടുള്ളൂ. രാഷ്ട്രീയമായ കാര്യങ്ങളിലും നിയമയജ്ഞങ്ങളിലും കൈകേയി ഒരു ശിശുവാണെന്നതുകൊണ്ട് അവൾ പറഞ്ഞു. 12 കൊല്ലക്കാലം തുടർച്ചയായി തടസ്സപ്പെടുത്താതെ കൈവശം വെച്ച് അനുഭവിച്ചാൽ അന്യൻ്റെ ഉടമസ്ഥയിലുള്ള വസ്തുവിന്മേൽ നിങ്ങൾക്ക് സ്ഥിരാവകാശം ലഭിക്കും എന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് നാട് കടത്തലിന് കാലനിർണയം ഉണ്ടാകുന്നത് നല്ലതാണ്. 14 വർഷം ആയിരിക്കട്ടെ അത്. ആ കാലഘട്ടം കഴിഞ്ഞ് രാമൻ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് രാജ്യം അവകാശപ്പെട്ടുകൂടാ. അത് ദേവിയുടെ മകന് ചോദ്യം ചെയ്യപ്പെടാൻ നിവൃത്തിയില്ലാത്ത സ്വത്തായി തീരുന്നു. ഞാൻ അഭിപ്രായപ്പെട്ട രൂപത്തിൽ തന്നെ തൻ്റെ നിർദ്ദേശം രാജ്ഞി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മന്ദര കണ്ടു. അതുകൊണ്ട് അവൾ പറഞ്ഞു, അമ്മേ, ഇനി ഒട്ടും താമസിക്കേണ്ട. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വരങ്ങൾക്ക് അപേക്ഷിച്ചാൽ ചക്രവർത്തി വഴങ്ങിയില്ല. ദേവി ഒരു ക്രോധഭാവം കൈക്കൊള്ളണം. കിടപ്പറയിലെ തലേണകളുടെ വിരികളും വിതറിയിട്ട് ആഭരണങ്ങളെല്ലാം മുറിയുടെ മൂലയിലേക്ക് വലിച്ചെറിയൂ. തലമുടി കെട്ടഴിച്ച് അനിയന്ത്രിതമായ നിലയിൽ പ്രാഞ്ചിപ്പരത്തിയിടൂ. പ്രാണത്യാഗം ചെയ്യാനൊരുങ്ങിയ നിലയിൽ പ്രവർത്തിക്കൂ. ക്രോധവും ദുഃഖവും കൊണ്ട് വശം കെട്ട രാജ്ഞിമാർ തിരിഞ്ഞു കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ചെന്ന് കിടക്കാറുള്ള ക്രോധാലയത്തിലേക്ക് പോയി വെറും നിലത്ത് കിടന്നോളൂ. അപ്പോൾ മാത്രമേ അങ്ങയുടെ ആവശ്യം പരിഗണിക്കുകയും സ്വീകരണത്തിനും അർഹമാകുകയുള്ളൂ. എഴുന്നേൽക്കൂ, ഈ ജോലിയുടെ ആദ്യ നടപടി ആരംഭിക്കൂ. മന്ദര കൈകേയിയെ നിർബന്ധിച്ചപ്പോൾ അവർ അതിന് വഴങ്ങി. അവളുടെ നിർദ്ദേശപ്രകാരം ചെയ്തുകൊണ്ട് ക്രോധാലയത്തിൽ പ്രവേശിക്കുവാനും അവരുടെ വിധിയെയും ആസന്നമായ വിപത്തിനെയും പറ്റി വിലപിക്കുവാനും തീർച്ചപ്പെടുത്തി. ഉള്ളിൽ നടക്കുന്നത് എന്തെന്നില്ലാത്ത ഭ്രമത്തിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല
ഇല്ല എന്ന പോലെ മുറിയുടെ വാതിലുകൾ വലിച്ചടച്ചു. ക്രോധാലയത്തിൻ്റെ പുറന്തളങ്ങളിൽ ഒച്ചയിട്ടുകൊണ്ട് നടന്നു. ഇതിനിടയിൽ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരുന്നു. ദർബാർ ഹാളിൽ നിന്നും പുറത്തേക്ക് വന്ന ശേഷം ദശരഥൻ കൗസല്യയുടെ സമീപം പോകുന്നതിന് പകരം ആദ്യമായി കൈകേയിയെ ഈ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് കരുതി കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നു. വഴിയിൽ അവിടെവിടെയായി ജാഗ്രതയോടെ നിന്നിരുന്ന പരിചാരകമാർ ഉത്കണ്ഠയാൽ തകിടം മറിഞ്ഞ പോലെ കാണപ്പെട്ടു. ചക്രവർത്തി മനസ്സിൽ കണക്ക് കൂട്ടി. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ അവരുടെ മുഖം പ്രസന്നമാകുമായിരുന്നു. രാമൻ പിറ്റേ ദിവസം അഭിഷിക്തനാവാൻ പോവുകയെന്ന വസ്തുത അറിയാതെ ഇവരുടെ നേരെ അദ്ദേഹം അനുതപിച്ചു. രാജ്ഞിയുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ശയനമുറിയുടെ നേരെ നടന്നു. അവിടെ അദ്ദേഹം കണ്ടത് എന്താണ്? ചിതറിക്കിടക്കുന്ന ആഭരണങ്ങൾ, ഉലഞ്ഞ നാനാവിധമായി കിടക്കുന്ന ശയ്യ, നിലത്ത് കൂമ്പാരം കൂട്ടിയ സാധനങ്ങൾ, സർവത്ര വൃത്തിഹീനതയുടെയും അശ്രദ്ധയുടെയും കേളിരംഗം. അദ്ദേഹം അത്ഭുതപ്പെട്ടു. മുറിയിൽ മുക്കിലും മൂലയിലും രാജ്ഞിയെ തിരഞ്ഞു. കാവൽക്കാരിയായ ഒരു പരിചാരിക പറഞ്ഞു, മഹാരാജാവേ, രാജ്ഞി ഇപ്പോൾ ക്രോധാലയത്തിലാണുള്ളത്. ഇത് കേട്ട് അദ്ദേഹം വളരെ നിരാശനായി അങ്ങോട്ട് തിരിച്ചു. ഒന്നും കണ്ടുകൂടാത്ത സ്ഥിതിയിൽ അന്ധകാരം നിറഞ്ഞ ആ മുറിയിൽ അവർ വെറും നിലത്ത് വിലപിച്ചും പുലമ്പിയും ഉരുളുകയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, കൈകേയി, എന്തൊരു അഭംഗി നിറഞ്ഞ രംഗമാണിത്. നിനക്കെന്താണ് ഇത്ര ക്രോധം? ആര് കാരണമാണ് നിനക്കിത്രയും വ്യസനമുണ്ടായത്? പറയൂ. ഈ ക്ഷണം ഞാനവരെ നാമാവശേഷമാക്കാം. ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ തയ്യാറാണ്. നീ എന്താഗ്രഹിക്കുന്നുവെന്ന് പറയുകയേ വേണ്ടൂ. എന്താഗ്രഹവും സാധിപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ്. നിന്റെ ആനന്ദമാണ് എൻ്റെ ആനന്ദം. നിന്നേക്കാൾ വലുതായി പ്രിയങ്കരിയായി എനിക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? വരൂ, എന്നെ കൂടുതൽ പരീക്ഷിക്കരുതേ. ചക്രവർത്തി അവരുടെ അടുത്തിരുന്നു. ശിരസിൽ തലോടിക്കൊണ്ട് പല വഴിക്കും ആശ്വസിപ്പിച്ചു. അവരുടെ ക്രോധത്തിൻ്റെയും ശോകത്തിൻ്റെയും കാരണം എന്താണെന്ന് വീണ്ടും ചോദിച്ചു. രോഷത്തിൻ്റെ അവസ്ഥയിലായിരുന്നു കൈകേയി. അവർ ശബ്ദത്തോടെ പല്ല് ഞെരിച്ചു. അവളെ ഓമനിക്കാൻ ശ്രമിച്ച ചക്രവർത്തിയുടെ കൈകൾ അവർ തട്ടിമാറ്റി. അവർ രോഷത്തോടെ പറഞ്ഞു, ഈ കാപട്യങ്ങളൊക്കെ മതി. ഞാൻ ഇത്രയും കാലം അതിൽ വിശ്വാസം അർപ്പിച്ചു. എന്നിട്ട് ഇതാണ് ഞാൻ എനിക്ക് തന്നെ വരുത്തിവെച്ച അധപതനം. ഞാൻ നിങ്ങളെ ഇനി ഒരിക്കലും വിശ്വസിക്കുകയില്ല. മനസ്സാക്ഷിയില്ലാത്ത കൗശലം കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വസിക്കാനായില്ല. ഇതാണോ അങ്ങയിൽ അർപ്പിച്ച വിശ്വാസത്തിനുള്ള ശിക്ഷ? പോകൂ, അങ്ങയുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. എന്തിന് എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നു? അങ്ങ് മനസ്സ് വച്ച സ്ഥലത്ത് തന്നെ നാവും ഏൽപ്പിക്കൂ. അങ്ങയുടെ വാക്കുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട മനോഭാവമല്ല ഇനി എനിക്കുള്ളത്. എന്നെ ഇനിയും കൂടുതൽ ദുഃഖിപ്പിക്കാതിരിക്കൂ. വന്ന വഴിക്ക് തിരിച്ചു പോകൂ. എനിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ? ഒരടിമയെപ്പോലെ വിഷമിച്ച് കഴിയുന്നതിനേക്കാൾ ഒരു രാജ്ഞിയെപ്പോലെ മരിക്കുന്നതാണ് ഉത്തമം. ഇന്നെൻ്റെ ജീവിതത്തിലെ അവസാന ദിവസമാണ്. അവളുടെ വിലാപങ്ങളുടെയും ദീർഘനിശ്വാസങ്ങളുടെയും ഇടയിൽ കുടിക്കേട്ട ഈ പുലമ്പലുകളിൽ നിന്നും ദശരഥന് ഒന്നും മനസ്സിലായില്ല. അദ്ദേഹം ആകെ കുഴപ്പത്തിലായി, അത്ഭുത സ്തബ്ധനായി. അദ്ദേഹം രാജ്ഞിയുടെ കുറെ കൂടി അടുത്തേക്ക് നീങ്ങി. അവരെ സമാശ്വസിപ്പിക്കാനും ക്രോധം ശമിപ്പിക്കാനും ശ്രമിച്ചു. കൈകേയി, അദ്ദേഹം തുടങ്ങി, ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞാനൊരിക്കലും കള്ളവും കപടവുമായ വാക്കുകൾ ഉപയോഗിക്കുകയില്ല. എനിക്കവ ഒരിക്കലും പ്രയോഗിക്കാൻ സാധിക്കുകയുമില്ല. എൻ്റെ മനസ്സും നാവും പരിപൂർണമായി യോജിച്ചാലേ പ്രവർത്തിക്കുകയുള്ളൂ. അവ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. എൻ്റെ സ്നേഹം എവിടെയോ അവിടെ എൻ്റെ മധുരഭാഷണങ്ങളും ഉണ്ടാവും. എൻ്റെ നാവ് എൻ്റെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയില്ല. അങ്ങനെ പെരുമാറാൻ അതിന് സാധ്യമല്ല. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇത്രയും നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിനക്ക് എന്നെയോ എൻ്റെ ആത്മാർത്ഥതയോ അറിയാൻ കഴിഞ്ഞിട്ടില്ലേ? ഇത്രയും ദുഃഖവും വേദനയും നിനക്കുണ്ടാവാൻ തക്കവണ്ണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് എന്നോട് വ്യക്തമായി പറയാതെ എന്നെ ഇങ്ങനെ കഠിനമായി വേദനിപ്പിക്കരുത്. എന്താണ് സംഭവിച്ചതെന്ന് പറയുക. നീ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ഈ പ്രാണവേദന നിനക്ക് എന്ത് കാരണം കൊണ്ടുണ്ടായി? ദശരഥൻ വളരെ നേരത്തോളം ദയനീയമായി അപേക്ഷ പുലർന്നു. പക്ഷേ ഫലമുണ്ടായില്ല. രാജ്ഞി രൂക്ഷവും പരിഹാസമായും മറുപടി പറഞ്ഞ് ധാർഷ്ട്യത്തോടെ ഏത് ചോദ്യവും തൂത്തെറിഞ്ഞ് തീക്ഷ്ണമായ ആജ്ഞ കാട്ടി. ചക്രവർത്തിയുടെ തുടർന്നുള്ള ചോദ്യങ്ങൾ അവർ ശ്രദ്ധിച്ചതേയില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യാതൊരു വിലയുമില്ലാത്ത ആണെന്ന് താൻ കരുതുന്നുവെന്നവർ നടിച്ചു. ദശരഥൻ്റെ ഹൃദയം വല്ലാതെ മുറിപ്പെട്ടു. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ അദ്ദേഹം മന്ദരയെ അകത്തേക്ക് വിളിച്ചു. ഗൂഢാലോചനയിൽ തൻ്റെ ഭാഗം ഭംഗിയായി അഭിനയിച്ചുകൊണ്ട് തൻ്റെ സ്വാമിനിയെ രാജ്ഞിക്കു വേണ്ടി അവർ
ആക്രാന്തസ്വരത്തിൽ അപേക്ഷിച്ചു. മഹാരാജാവേ, എൻ്റെ അമ്മയെ രക്ഷിക്കൂ. കരഞ്ഞുകൊണ്ട് അവൾ ചക്രവർത്തിയുടെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു. നിഷ്കളങ്കത്വത്തിൻ്റെ മൂർത്തിമദ്ഭാവമായിരുന്നു ചക്രവർത്തി. അദ്ദേഹത്തിൽ ഇരട്ടത്താപ്പ് നയത്തിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നാടകത്തിൻ്റെ നിഗൂഢ സ്വഭാവം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രേമഭാജനത്തെ കൊണ്ട് ഇത്രയും വിപരീതമായും ക്രൂരമായും പെരുമാറാനിടയാക്കിയ വല്ല ആപത്തും സംഭവിച്ചിരിക്കണമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചെന്ന് തന്നോട് പറയാൻ വേണ്ടി മന്ദരയോട് വീണ്ടും ആവശ്യപ്പെട്ടു. മന്ദര പറഞ്ഞു, മഹാരാജാവേ, എനിക്കെന്ത് പറയാൻ കഴിയും? സംഭവിച്ചതിൻ്റെ ചെറിയ അംശം പോലും എനിക്കറിയില്ല. ദേവി പെട്ടെന്ന് ശയനമുറിയിൽ നിന്നും ക്രോധാലയത്തിലേക്ക് ഓടി വന്നു. അത് കണ്ട് ഞാനിവിടെ വന്നു. ഞാൻ വളരെയേറെ അപേക്ഷിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ ദേവി കാരണം വെളിപ്പെടുത്തുന്നില്ല. അവർ അങ്ങയോട് പോലും കാരണം പറയുന്നില്ലല്ലോ. പിന്നെ ഈ പാവപ്പെട്ട എന്നോട് പറയുമോ? ദേവി ഇങ്ങനെ സഹിക്കുന്നതും പ്രാണവേദന അനുഭവിക്കുന്നതും കാണുന്നത് എനിക്ക് അസഹ്യമാണ്. ഇനി അത് നോക്കി നിൽക്കാൻ സാധ്യമല്ല. എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ് പ്രഭു. ഞങ്ങൾ അങ്ങയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് അവരെ ആശ്വസിപ്പിക്കുകയും മനസ്സിനെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ സ്ഥിതി നിർണായകമായേക്കും. ദേവി വളരെ അഗാധമായും ദീർഘമായും സഹിക്കുകയാണ്. ഓരോ നിമിഷവും ദേവിയുടെ സ്ഥിതി വഷളായി വരികയാണ്. വേഗം പരിഹാരം കാണൂ. ഞങ്ങൾ പോകട്ടെ. മറ്റു ദാസിമാരോടൊപ്പം മന്ദര മുറിവിട്ട് പോകുമ്പോൾ രാജാവിനോട് അഭ്യർത്ഥിച്ചു, ദേവിയുടെ ശോകത്തിൻ്റെയും രോഷത്തിൻ്റെയും കാരണം മനസ്സിലാക്കൂ. എന്നിട്ട് ഉചിതമായ പരിഹാരങ്ങളിലൂടെ അവരെ വേഗം ആശ്വസിപ്പിക്കൂ. മന്ദര ആ നിഗൂഢത വർദ്ധിപ്പിച്ചതേയുള്ളൂ. അവളുടെ പ്രസ്താവനകളെ കൊണ്ട് ദശരഥന് ആശയക്കുഴപ്പം കൂടുകയാണ് ഉണ്ടായത്. ദശരഥൻ ആശ്വാസമോ സുഖമോ ഇല്ലാതെ രാജ്ഞിയുടെ അടുത്തിരുന്നു പറഞ്ഞു, കൈകേയി, നീ എന്താണ് ഇങ്ങനെ ഇരുട്ടിൽ തന്നെ നിർത്തുന്നത്? അദ്ദേഹം പതുക്കെ രാജ്ഞിയുടെ തല നിലത്തു നിന്നെടുത്ത് മടിയിൽ വെച്ചു. അവരെ ആശ്വസിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയ്ക്കുള്ള കാരണം വെളിപ്പെടുത്തുവാൻ വീണ്ടും ആവശ്യപ്പെട്ടു. കുറച്ചു സമയത്തിന് ശേഷം കൈകേയി നിശബ്ദത ഭഞ്ജിച്ച് സംസാരിക്കാൻ തുടങ്ങി. മഹാരാജാവേ, അങ്ങ് മറന്നു കാണുകയില്ല ആ 2 വരങ്ങൾ. ദേവാസുര യുദ്ധകാലത്ത് ആ ദിവസം എനിക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്ത 2 വരങ്ങൾ മറന്നിട്ടില്ലല്ലോ. ദശരഥൻ ആശ്വാസമായി. അദ്ദേഹം പറഞ്ഞു, കൈകേയി, ഈ നിസ്സാരമായ കാര്യത്തിന് വേണ്ടി നീ എന്തിനാണ് നിന്നെ തന്നെ ഇത്ര ക്രോധത്തിലും ദുഃഖത്തിലും നിമഗ്നയാക്കിയത്? എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ ആ 2 വരങ്ങളെ സംബന്ധിച്ച വാഗ്ദത്തം മറക്കുകയില്ല. ആ വാഗ്ദത്തം കൈകേയിയെ പോലെ പ്രിയപ്പെട്ടതാണ്. നീ എൻ്റെ ജീവശ്വാസമാണ്. ആ വാഗ്ദത്തവും അങ്ങനെ തന്നെ. റാണി, നിന്നെ ആരെങ്കിലും ദ്രോഹിച്ചുവോ? ആരോഗ്യത്തിന് വല്ല തകരാറും പറ്റിയോ? അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടൻ നിന്റെ ഇച്ഛയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കാൻ ധൈര്യപ്പെട്ടോ? പറയൂ. നിനക്ക് വേണ്ടി ഞാൻ മരണകാരണമായ അപായം പോലും നേരിടും. നിനക്ക് മനസ്സുഖം തിരിച്ചു കിട്ടുന്നതിനായി ഞാൻ അവരെ ശിക്ഷിക്കും. എന്നെ സംശയിക്കേണ്ട, അല്ലയോ സൗന്ദര്യത്തിൻ്റെ മൂർത്തീകരണമേ. നീ എന്തിനിങ്ങനെ വിഷമം സഹിക്കുന്നു? ഈ മുഴുവൻ സാമ്രാജ്യവും നിന്റെ ചൊൽപ്പടിക്കാണെന്ന് നിനക്കറിയില്ലേ? ഏതെങ്കിലും പ്രദേശത്ത് നീ എന്തെല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവയെല്ലാം എന്നോട് പറയുകയേ വേണ്ടൂ. അത് ഞാൻ വരുത്തിത്തന്ന് നിനക്ക് ആനന്ദമുണ്ടാക്കാം. എന്നെ അറിയിക്കൂ. എന്താണ് ഭയപ്പെടുന്നത്? ഈ ദുഃഖം എന്തുകൊണ്ടുണ്ടായി? ഒന്നും മറച്ചു വയ്ക്കേണ്ട. പറയുവാനും മടിയും വേണ്ട. സൂര്യൻ മൂടൽമഞ്ഞ് നീക്കുന്നത് പോലെ നിനക്കുള്ള ദുഃഖം ഞാൻ നീക്കും. ദശരഥൻ രാജ്ഞിയെ താലോലിച്ച് പുകഴ്ത്തി പറഞ്ഞു. അവരെ സമാശ്വസിപ്പിക്കാനും മനോബലം തിരിച്ചു കൊണ്ടുവരുവാനും വേണ്ടി വിവിധ മാർഗങ്ങളിൽ കൂടി ശ്രമിക്കുകയും ചെയ്തു. സായിറാം.